എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ഡോക്ടർ റോബിൻ മത്സരിക്കാനാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJPയിലേക്ക് ശേഷം ഒരുപാട് ഭീഷണികൾ ഡോക്ടർ റോബിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. റോബിൻ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന പോസ്റ്റിലുണ്ടായിരുന്നു BJP സ്ഥാനാർത്ഥിയായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ റോബിൻ കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായി റോബിൻ രാധാകൃഷ്ണൻ അഭ്യൂഹങ്ങൾ. ബിഗ് ബോസ് താരത്തിന്റെ പോസ്റ്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കലോ. ഇവിടെ സൈഡിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കാം. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് പുള്ളി ഇട്ടേക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇതിന്റെ കമന്റ് ബോക്സിൽ എന്റെ പൊന്നടവെ കണ്ണടിച്ച് വന്ന തെറിവിളിയും കുറെ ആൾക്കാർ ഇത് ഡോക്ടർ റോബിൻ ചാണകത്ത് ചവിട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ, പിന്നെ വർഗീയത തുപ്പുന്ന കുറെ കമന്റ്സ്. എന്റെ പൊന്നോ എന്തോന്നടേ ഇത്, അങ്ങനെ കുറെ കമന്റ്സ്. പിന്നെ കുറച്ച് ആൾക്കാർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയമേ അയാൾക്ക് പാടുള്ളൂ എന്നൊരിക്കലും ആരും നിർബന്ധം പിടിക്കാൻ പാടില്ല. അയാളൊരു ഇന്ത്യൻ പൗരനാണ്, അയാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അയാളുടെ ഇഷ്ടമാണ് ഏത് രാഷ്ട്രീയത്തോട് യോജിക്കണം, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം എന്നുള്ള അങ്ങനത്തെ കുറച്ച് കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇന്നും ഇന്നലെയോ ഡോക്ടർ റോബിൻ BJPയിലോട്ട് പോയേക്കുന്ന ഒരു സാധനമല്ല. 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഡോക്ടർ റോബിൻ ഇതുപോലെ BJPയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നുള്ള കുറച്ച് അഭ്യൂഹങ്ങൾ അന്നും പറഞ്ഞിരുന്നു. അന്നത്തെ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. എന്താണെങ്കിലും ഈ കമന്റിനകത്തൊക്കെ കുറെ ഹേറ്റും കുറെ പുള്ളിക്ക് കുറെ വന്നതിനെയൊക്കെ തുടർന്ന് തന്നെ പുള്ളി കുറെ ഭീഷണി കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഡോക്ടർ റോബിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണ്ട എന്നുള്ളത്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ തന്നെയാണ് നരേന്ദ്രമോദി. ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പവർഫുൾ ലീഡേഴ്സിന്റെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും നരേന്ദ്രമോദി. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് നമ്മുടേതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ലോക രാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും തലയുയർത്തി നിൽക്കാൻ കാരണമാക്കിയേക്കുന്ന ഒരു വ്യക്തിയും തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദി തന്നെയാണ്. ഇത് നമ്മൾ പറയുന്നത് ഒരിക്കലും, അല്ലെങ്കിൽ നരേന്ദ്രമോദി അത്രയും കിടിലം പവർഫുൾ ലീഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു BJP നേതാവ് ആയതിന്റെ അല്ലെങ്കിൽ അതിന്റെ കാരണമായിട്ടല്ല പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ, ഒരു പാട്രിയോട്ട് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആ മനുഷ്യൻ പവർഫുൾ ഒരു ലീഡർ തന്നെയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നമുക്ക് വിമർശിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്. ബിക്കോസ് ഓഫ് ദ BJP പാർട്ടി. ഓക്കെ, ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്, വിമർശിക്കേണ്ടുന്ന. എന്നാൽ നമുക്ക് വിമർശിക്കാനെ കൊണ്ട് നമ്മളെ നിശബ്ദരാക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും BJP നേതാവ് ആയതുകൊണ്ട് ആ ഒരു മനുഷ്യൻ പവർഫുൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പാട്രിയോട്ട് എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രി പവർഫുൾ ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് ഓഫ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരൊറ്റ എക്സാമ്പിൾ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ?
നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ശരിയാണ്. ഇപ്പം ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിൽ ഈ അഴിമതി മറ്റേത് മറിച്ചത് സകല പരിപാടികളുണ്ട്. BJP മാത്രമല്ല, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷവും വലതുപക്ഷവും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ ഉണ്ട്. എന്നാൽ BJP ചെയ്ത് അവർക്കെതിരെ നമുക്ക് ശബ്ദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ നാട്ടിലില്ല. ഞാനിപ്പോൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ മുമ്പ് ഈ സംഘ് എലമെന്റ്സിന്റെ ഇത്തരം കാണിക്കുന്ന തോന്നിയാസങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പല വീഡിയോസൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് നമ്മൾ ഈ കേരളത്തിലായതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ ഞാൻ ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ വല്ലതും ആണെങ്കിൽ എന്നെ എപ്പോഴേ വെടിവെച്ച് കൊന്നേനെ. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും BJP കേരളം ഭരിക്കുമോ എന്നുള്ള നല്ല പേടിയുണ്ട്. സീരിയസ്ലി ഒരു പാട്രിയോട്ട് എന്ന നിലയിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇവിടെ ഡോക്ടർ റോബിൻ അറിയുമെന്ന് എനിക്കറിയില്ല, ഇവിടെ വോട്ട് ചോറി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധി നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷേ ഇത് നേരെ മാറിയിട്ട് നമ്മൾ ബൂത്തിൽ പോയിട്ട്, ഇപ്പോൾ ഇലക്ഷൻ ബൂത്തിൽ പോയിട്ട് ഇതുപോലെ ഇപ്പോൾ ചിലപ്പോൾ കോൺഗ്രസിനായിരിക്കും കുത്തുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനായിരിക്കും കുത്തുന്നത്. പക്ഷേ ബൾബ് കത്തുന്നത് നേരെ ദാണ്ട് ഇവിടെ BJPക്കാണ്. അതെന്ത് പരിപാടിയാണ് അത്? അത് മനസ്സിലാവണമില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഭരണത്തിൽ കയറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും BJP തന്നെയാണ്. ഓക്കെ, അതും ഇന്ന് ആലോചിച്ച് നോക്കട്ടെ, എത്ര കേസസാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രീനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തീർച്ചയായിട്ടും പേടിയുണ്ട്. പിന്നെ പേടിക്കുള്ള മറ്റു ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുക. ഈ മോഹൻ ഭഗത് എന്ന് പറയുന്ന BJP RSS ഒരു ലീഡർ ഉണ്ട്. പുള്ളി പറഞ്ഞ കാര്യമുണ്ട്, ഇന്ത്യ ഈസ് ഹിന്ദു നേഷൻ, നോട്ട് മുസ്ലിം ഓർ ക്രിസ്ത്യൻ, നോ നീഡ് ഓഫ് എനി ലോ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഡിസൈഡ് ഒബ്വിയസ്. ഓക്കെ, ഇതൊന്നും ഈ ലോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഹിന്ദു നേഷൻ ആണ്, അത് സമ്മതിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാണ്. ഓക്കെ, വേറൊരു പോസ്റ്റോടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. രാജസ്ഥാനിൽ ഖനന കരാറിൽ അദാനിക്കെതിരെ വിധി എഴുതിയ ജഡ്ജിക്ക് മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റം. അദാനി കമ്പനിക്ക് 50 ലക്ഷം പിഴയിട്ട ജഡ്ജിയെ BJP സർക്കാർ നീക്കിയതിന് പിന്നാലെ വിധിയും സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഒന്ന് ആലോചിച്ച് നോക്കണം, അദാനിക്കെതിരെ വിധി എഴുതേണ്ട കാരണത്താൽ ജഡ്ജിയെ മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റി. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് പേടിച്ചുകൂടെ BJPയെ? മാത്രമല്ല, നമ്മുടെ ഒരു ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രിയാണ് നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ട് പറയുമ്പോൾ പോലും ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ വേണ്ടുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ. നമ്മുടെ നാട്ടിലെ ഓരോ സിറ്റിസണിനെയും എഡ്യൂക്കേറ്റഡ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ നാടുകളിലും അവർക്ക് വേണ്ടുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് ഇതൊക്കെ ഉറപ്പാക്കി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാനില്ലേ? ആ സമയത്ത് ഇവിടെ പ്രതിമകൾ കെട്ടുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്? ഇപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രമല്ല, ഒരു വ്യക്തി അയാൾ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ തൊഴിലവസരം ഉണ്ടാവണം, അയാൾക്ക് തൊഴിലുണ്ടാവണം. അതിലൂടെ നമ്മുടെ നാട്ടിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ പിന്നീട് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള മാറ്റം ഉണ്ടാവണം. ഇതൊക്കെയല്ലേ വേണ്ടുന്നത്. ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയാൽ തന്നെയാണെങ്കിൽ ഇവിടെ പലർക്കും തൊഴിലില്ല. അതുകൊണ്ടാണ് പലരും വിദേശത്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആവുന്ന പല ആൾക്കാരും പാൻപരാഗ് വിറ്റ് നടന്നാൽ മതിയോ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുമ്പോൾ പോലും പല കാര്യങ്ങളും ഡെവലപ്ഡ് അല്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കേരളം കുറച്ചുകൂടെ ബെറ്റർ ആണ്. ന്യൂയോർക്ക് സിറ്റി പോലെ ഭയങ്കര അടിപൊളിയായി എന്നുള്ളതല്ല പറയുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, BJP ആണ് ഇവിടെ ഭരണത്തിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല, BJP ആണ് ഭരണത്തിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ റോഡുകൾ ഇതൊക്കെ പണിതതിന് പകരം ഏതെങ്കിലും ഒരാളുടെ പ്രതിമ പണിത് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളായിരിക്കും പണിത് വെക്കുക. ഓക്കെ, അതൊക്കെ ആ പൈസ പോലും അവിടേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെയുള്ള പൂർണ്ണ സാക്ഷരത എന്നുള്ള സാധനങ്ങൾ കൂടുതൽ ആളുകളിലോട്ട് വിദ്യാഭ്യാസം എത്തിക്കാതിരിക്കാനെ കൊണ്ട് അവർ ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങൾക്കെതിരെ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്നും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ്. ആ എഡ്യൂക്കേഷൻ ഇല്ലാണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ.
അതുകൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തിനാ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിക്കുക. സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ ഇപ്പം അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി കാണിച്ചു വിടുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ എന്താ അടുത്തൊരു ജന്മം ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നോ അല്ലെങ്കിൽ ഉന്നത കുല ജാതനാവണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഒന്ന് ആലോചിക്കുക എന്താണ് ഇതിൻ്റെയൊക്കെ ഇത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ ഭരിക്കുന്നു പറയുമ്പോഴും ഇവരുടെ എന്തോ ഒരു അഴിമതികളുണ്ട്. ഇപ്പം ഈ ശബരിമല കേസിന്റെ ആണെങ്കിൽ, ഇപ്പം കോൺഗ്രസിന്റെ ആണെങ്കിൽ, ഇവരെല്ലാം കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കുറെ അഴിമതി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ തെറിവിളി കേൾക്കേണ്ടത് കുറേ പരിപാടികളൊക്കെ തന്നെയാണ്. നമുക്കിത് വിളിക്കാനും നമ്മളിത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ നാട്ടിൽ അവർക്കെതിരെ പറയാൻ നമുക്ക് പറ്റും. എന്നാൽ BJP എന്നുള്ള അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടും. എന്തിനാണ് ഈ അടുത്ത് ഈവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥയിലോട്ട് പോയി. അതൊക്കെ കേരളത്തിൽ ഇവർ ഭരണത്തിൽ വന്നാൽ ഇവിടെ സംഭവിക്കില്ലേ എന്നുള്ളൊരു പേടി നമുക്കുണ്ടേ, സീരിയസ്ലി ഉണ്ട്. ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, K. സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇപ്പം ഡോക്ടർ റോബിൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പുള്ളി ഒരു സംഖ്യയാണ്, പുള്ളി ഒരു ചാണകമാണെന്നൊക്കെ. ഇത് ഇന്നലെ വന്നേക്കുന്ന ഒരു സംഭവമല്ല. 2 വർഷം മുന്നേ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് എങ്ങോട്ട് പ്ലേ ചെയ്യാം. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ BJPയിലേക്കോ? ഡോക്ടർ റോബിന്റെ രാഷ്ട്രീയ പ്രവേശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരിക്കുന്നത്. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ഡോക്ടർ റോബിൻ മത്സരിക്കാനാണ് സാധ്യതയെന്ന് ഉറവിടം എന്തെന്ന് പരാമർശിക്കാത്ത റിപ്പോർട്ടുകളിലുണ്ട്. പല പാർട്ടികളും റോബിൻ രാധാകൃഷ്ണനുമായി ചർച്ചയിലായിരുന്നുവെന്നും വാർത്തകൾ പരക്കുന്നുണ്ട്. റോബിൻ രാധാകൃഷ്ണൻ BJPയിൽ ചേരുമെന്നാണ് ഒടുവിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നത്. ഏതായാലും വിഷയത്തിൽ റോബിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. കഴിഞ്ഞ മാസം റോബിൻ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷമാകും രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനമെന്നായിരുന്നു അന്ന് റോബിൻ നൽകിയ സൂചന. 2.5 വർഷം കഴിഞ്ഞാൽ രംഗപ്രവേശനത്തിനുള്ള സാധ്യത നൽകിയാണ് റോബിൻ അന്ന് സംസാരിച്ചത്. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെ BJPക്കായി ജനവിധി തേടിയ സ്റ്റാർ മണ്ഡലമാണ് തിരുവനന്തപുരം. തന്നെ ഇത്രയും വളർത്തിയ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് ഫെബ്രുവരിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ റോബിൻ പറഞ്ഞിരുന്നു. ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കണം, ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ആ ഒരു മനുഷ്യത്വത്തിന്റെ പുറത്ത് ഡോക്ടർ റോബിൻ ചെയ്യുകയാണെന്നെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പിന്നീട് നേതാക്കന്മാരായിട്ട് വരുന്ന പല ആളുകളും പിന്നീട് ഉണ്ടാകുന്നത്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ അറിയാമല്ലോ, അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവും. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. സീരിയസ്ലി ഇപ്പം ബ്രോ, നിങ്ങൾ BJPയിൽ പോവോ, കമ്മ്യൂണിസ്റ്റിൽ പോവോ, കോൺഗ്രസ്സിലോ, അതൊന്നും ഇവിടെ നാട്ടിൽ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ആൾക്കാരുടെ ഒരു പേടി കിടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങളെ ഈ ഒരു സംഘ എലമെന്റ്സ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സപ്പോർട്ട് സിസ്റ്റം കേരളത്തിലുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്. നിങ്ങളെ ബിഗ് ബോസിൽ നിന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ആ ഇഷ്ടം പിന്നീട് ഒരു വോട്ടായിട്ട് മാറ്റാൻ എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ എന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു സംഘ എലമെന്റ്സ് ചിന്തിക്കുന്നത് ആയിരിക്കും. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങളെ കൊണ്ടിടുന്നു. പിന്നീട് നാട്ടിൽ എന്ത് സംഭവിക്കുന്നുള്ള നമുക്ക് അറിയത്തില്ല. മീൻസ് അങ്ങനെ BJP നമ്മളായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ BJP നമ്മുടെ കേരളം മൊത്തത്തിൽ ഭരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നോർത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ വെച്ച് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത്. സോ അങ്ങനത്തുള്ള പേടികൾ എന്തായാലും ഉണ്ടാവും. നിങ്ങളൊരു നാടിന് നല്ലത് ചെയ്യണം, ജനങ്ങൾക്ക് സേവനം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം, ആ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എല്ലാവർക്കും സപ്പോർട്ടും നമ്മുടെ ഈ ഒരു നാട്ടിലുണ്ടാകും. പക്ഷെ നിങ്ങളൊരു ചാണകമാണ്, സംഖ്യയാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്കിന് ആ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തോടുള്ള വിമർശനങ്ങൾ അറിയിക്കാനുള്ള റൈറ്റ്സും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി.